വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തിൻ്റെ ഇരകളായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവിടെ ഒരു ടൗൺഷിപ്പിനുള്ള ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നടത്തുന്നത്. ആ ചടങ്ങ് തന്നെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ചടങ്ങാണ്. വയനാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെയോ സന്നദ്ധ സംഘടനകളെയോ ആരെയും അറിയിക്കാതെ ഏകപക്ഷീയമായി ഗവൺമെൻറ് നടത്തുന്നൊരു ചടങ്ങാണ്. മാത്രമല്ല, ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളോട് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയും തങ്ങൾക്കില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഈ 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നിപ്പോൾ പേരിനെങ്കിലും ഒരു ചടങ്ങ് നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അവിടെ നടക്കുന്ന ചടങ്ങ് ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമാണ്. കാരണം അതിനാവശ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല. ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കേവലം ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് ഈ 8 മാസം എന്തുകൊണ്ട് വൈകി എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുനരധിവാസ പ്രവർത്തനത്തിന് 8 മാസത്തെ കാലതാമസം ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം വയനാട്ടിലെ ജനങ്ങളോട് ഇന്ന് മുഖ്യമന്ത്രി പറയണം. വീട് നഷ്ടപ്പെട്ട നിരപരാധികളായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ 8 മാസമായി അവർ പല സ്ഥലത്തായിട്ട് താമസിക്കുകയാണ്. അവർക്കാർക്കും സ്വന്തമായൊരു കൂരയുണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആദ്യമൊക്കെ ഇവർ പറഞ്ഞത് സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നായിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് അവകാശവാദം പൊളിഞ്ഞുപോയി. സർക്കാരിൻ്റെ കയ്യിൽ കേന്ദ്രവിഹിതമായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുള്ള പണമായിട്ടും 1000-ലേറെ കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട് എന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും 3 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും വീടുണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ വീട് നഷ്ടപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ശത്രുക്കളായി കാണുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ആദ്യം ഇവർ തയ്യാറാക്കിയത് 1000-ലേറെ ആളുകളുടെ ലിസ്റ്റായിരുന്നു. അത് മാറി 700 പേരാക്കി മാറ്റി വീട് നഷ്ടപ്പെട്ടവർ. മൂന്നാമതൊരു ലിസ്റ്റാകുമ്പോൾ അത് കേവലം 300 പേരായിട്ട് മാറി. 1070 പേർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത് 300-ലേറെ പേർക്ക് മാത്രമേ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ലിസ്റ്റ് പരിപൂർണമല്ല. ഇപ്പോഴും ലിസ്റ്റിനെ സംബന്ധിച്ചുള്ളത് വീട് നഷ്ടപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സർക്കാർ വീടുണ്ടാക്കി കൊടുക്കുക? ഇന്നിപ്പോൾ അവിടെ 170 പേർക്കുള്ള ഒരു വീട് ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ആ 170 പേർ ആരാണ്? ഇതുവരെ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. ആ 170 പേർ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിയത്? അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ആളുകളെ കബളിപ്പിക്കലാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ നടപടികളെല്ലാം. മാത്രമല്ല, ഇപ്പോൾ ആദ്യം ഇവർ പറഞ്ഞത് 2 എസ്റ്റേറ്റ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ആ 2 എസ്റ്റേറ്റിൽ ഒരു എസ്റ്റേറ്റ് മാത്രമാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. സർക്കാർ ഏറ്റെടുത്തു എന്ന് പറയുന്നു, പക്ഷേ ആ ഏറ്റെടുക്കൽ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഒരു എസ്റ്റേറ്റ് മുഴുവനായിട്ടും ഏറ്റെടുക്കാതെ പിന്നെ എങ്ങനെയാണ് അവിടെ വീടുണ്ടാക്കുക? ആ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന നടപടിക്രമം പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാകാതെ എന്തിനാണ് ഇപ്പോൾ തറക്കല്ലിടുന്നത്? ആരെ കബളിപ്പിക്കാനാണ് തറക്കല്ലിടുന്നത്? അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള 111 കോടി രൂപ മാർച്ച് മാസം 30-ാം തീയതിക്ക് മുമ്പേ അത് വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ അത് ലാപ്സായി പോകും, തിരിച്ചടക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വാദമുണ്ടായിരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള 111 കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര ധൃതിപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം ശിലാസ്ഥാപനത്തിന് തയ്യാറാവുന്നത്. ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപനം അത് കേവലം ഒരു കല്ലിട ചടങ്ങുമാണ്. ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ടായിട്ടില്ല. വീട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ ലിസ്റ്റ് പരിപൂർണമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. എസ്റ്റേറ്റ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തില്ല. എസ്റ്റേറ്റിലെ 300-ഓളം തൊഴിലാളികൾ അവരുടെ സമരത്തിലാണ്. ആ സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ അടുത്ത മാസം കേസ് വരാനിരിക്കുന്നേയുള്ളൂ. ഇതെല്ലാം സർക്കാരിനറിയാം. അപ്പോൾ 31-ാം തീയതി കഴിഞ്ഞാൽ പണം ലാപ്സായി പോകും, തിരിച്ചെടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് ഒരു നാടകം കളിക്കുകയാണ്. ഇന്ന് വയനാട്ടിൽ നടക്കുന്നത് ശുദ്ധമായിട്ടുള്ള നാടകമാണ്. ആളുകളെ കബളിപ്പിക്കലാണ്, ആളുകളെ വിഡ്ഢികളാക്കലാണ്. വീട് നഷ്ടപ്പെട്ടവരോട് വീണ്ടും വീണ്ടും ഈ സർക്കാർ ക്രൂരത കാണിക്കുകയാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഏതായാലും സർക്കാർ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. വയനാട് ദുരന്തമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാർ മാത്രമല്ലല്ലോ സഹായത്തിനെത്തിയത്.
എത്രയോ സന്നദ്ധ സംഘടനകൾ, എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരാരെയും ഇന്നത്തെ ഈ ശിലാസ്ഥാപനം അറിയിച്ചിട്ടില്ല.